മണ്ണകുട്ടിയുടെ രീതിയിലാണ് പിള്ളേരെ അഹങ്കാരം. എത്ര ബോട്ടുണ്ട് ഇവിടെ ക്രോസ് ചെയ്യാം? ഈ വെള്ളം കടത്തോളം വെള്ളം ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കിടക്കുന്ന ഞാൻ അതൊക്കെ മണലും വെള്ളം കിടക്കുന്നത്. ഓ, ഇത് രാവിലെ എത്ര മണിക്ക് എടുക്കുക? രാവിലെ 7 കഴിയും. നേരത്തെ നേരം വരും 7. പിന്നെ ഊണിന് ഊണിപ്പോ ഞാൻ പോകും. ഒന്നരയ്ക്കൊരു വണ്ടി ഉണ്ട്, ഒരു 3 കഴിഞ്ഞ് ഞാൻ വരും. 3. പിന്നെ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? വൈകുന്നേരം 7 വരെ വരും. 7 വരെ. ഒരു 6:45 ഈ വണ്ടി വരും. ബസ്സുണ്ട്, ആ, 8 മണിക്ക് വരും. അത് വരുമ്പോ അതിലാള് കാണാം. ആളില്ല, എന്നാലും അത് വരുമ്പോ. ഓ, ഇവിടെ അക്കരെ ഇങ്ങോട്ട് വരാൻ വേറെ റോഡൊന്നുമില്ല? റോഡ് പാലുണ്ട്, പോത്തുകൂടെ പാലം കയറി ഇതിൽ ഇവിടെ വരാം. ഒരുപാട് ദൂരമാണോ അത്? ഈ പറയുന്ന ദൂരമൊന്നുമില്ല. പിന്നെ വഴി ഇച്ചിരി അപ്പോൾ ഈ ബോട്ട് വള്ളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഓഫീസിൽ പോകുന്നവരാണോ? അല്ലല്ല, ഞാനുണ്ടല്ലോ ഇവിടെ രാവിലെ തൊട്ട്. ഓ, രാവിലെ വരാണോ? പിന്നെ രാവിലെ തൊട്ട് 7 തൊട്ട് 7 വരെ ഞാനിവിടെ ഉണ്ട്. അല്ല, ഈ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണോ ഉപയോഗിക്കുന്നത് വെള്ളം? വെള്ളം അക്കരെ വരുന്ന ആൾക്കാരാരൊക്കെയാണ്? അക്കരെ ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇവിടെ. ജോലിക്ക് പോകുന്നവരാണോ? ജോലിക്ക് പോകുന്ന റേഷൻ കടയുണ്ട് ഇവിടെ. റേഷൻ കട വരയ്ക്കാം. 100 പേര് അവിടെ വരും. എത്ര ചാർജ് ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും? കാശൊന്നുമില്ല. ഇതിന് ചാർജൊന്നും ഞങ്ങൾ മേടിക്കുന്നില്ല. ഇതിപ്പോ ഗവൺമെന്റ് ശമ്പളം കിട്ടുന്നതല്ലേ, ശമ്പളം ഒന്നും മേടിക്കുന്നില്ല. ടെമ്പററി ആകുമ്പോൾ എത്ര ശമ്പളം ഉണ്ട്? എനിക്ക് ശമ്പളം കുറവാണ്. എത്ര? എനിക്ക് സത്യത്തിൽ ഒരു 6 രൂപ വരുന്നുണ്ട്. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി ഇടയ്ക്ക് വരുന്നുണ്ട്. നമ്മളത് വേറെ നമുക്ക് ഉള്ള നമ്മുടെ ഇതിന്റെ ഓർത്തൊന്നും അല്ല നമ്മളിരിക്കുന്നത്. നമുക്കത് നഷ്ടമായി. ഇന്നിപ്പോ വേറെ ഒരു മൈക്കാട് പണിക്ക് പോയാലും 500 രൂപ. ശരിയാ. പിന്നെ ഈ 200 രൂപയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ ഈ വെയിലും കൊണ്ട്. പിന്നെ നമ്മളെ ഒരു പകലൊരു സ്വന്തക്കാരനൊക്കെ ആയാറിന് എങ്ങനെയാണോ ഇരിക്കുന്നതേ ഉള്ളൂ. ഇവിടെയുള്ളതാണോ? ഞാൻ അക്കരെയുള്ള ആ പുള്ളി നമ്മുടെ വീടിന്റെ അടുത്തുള്ള. താങ്ക് യു.